അമേരിക്കയേക്കാൾ കഷ്ടമാണ് ഇപ്പോൾ കേരളത്തിന്റെ കാര്യം. മുൻപൊക്കെ ഗുണ്ടാ സംഘങ്ങൾ വടിവാളും വെട്ടുകത്തിയുമൊക്കെ ആയിട്ടാണ് ആക്രമിക്കാൻ വന്നിരുന്നത്. എന്നാൽ ഈ സമീപകാലത്ത് തോക്കുകൊണ്ടുള്ള ആക്രമണവും വെടിവെപ്പും നമ്മുടെ നാട്ടിൽ നിത്യസംഭവമായിരിക്കുന്നു. പാലക്കാട് ആലത്തൂർ കാവശ്ശേരിയിലെ ബാറിൽ 6 അംഗ സംഘം തോക്കുമായെത്തി മാനേജർക്ക് നേരെ വെടിയുതിർത്തു. ആക്രമികളുടെ കയ്യിലുണ്ടായിരുന്ന എയർ ഗണ്ണിൽ നിന്നുള്ള വെടിയേറ്റ് ബാർ മാനേജറായ രഘുനന്ദന് പരിക്കേറ്റു. ഭക്ഷണം ലഭിക്കാൻ വൈകിയെന്ന് കാരണം പറഞ്ഞായിരുന്നു ആക്രമണം. സംഭവത്തിൽ 5 പേരെ ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാവശ്ശേരിയിൽ ബാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കിട്ടാൻ വൈകിയെന്നാരോപിച്ചായിരുന്നു സംഘർഷം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 ബാറിലെത്തിയ 3 അംഗ സംഘം അരമണിക്കൂറിനുള്ളിലാണ് ആദ്യ ആക്രമണം നടത്തിയത്. കസേര വലിച്ച് കുളത്തിലെറിഞ്ഞു. ബാർ ജീവനക്കാരുമായി തർക്കമായി. മടങ്ങി വന്ന ശേഷം കാണാമെന്ന ഭീഷണിയുമായി യുവാക്കൾ സ്ഥലം വിട്ടു. തുടർന്ന് രാത്രി 10:30 ഇവരും മറ്റു 3 പേരും കൂടി ബാറിലെത്തി ആക്രമണം നടത്തുകയായിരുന്നെന്ന് ജീവനക്കാർ പറഞ്ഞു. ഒരു 6:30 കൂടി സമയത്ത് 2-3 പേര് കൂടിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സർവീസ് നേരം വൈകി എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ഉണ്ടായിരുന്ന കസേരയൊക്കെ എടുത്ത് കുളത്തിലേക്ക് എറിയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റാഫായിട്ടൊരു സംസാരം ഉണ്ടായി പോയതാണ്. പിന്നെ രാത്രി ഒരു 10:30 നേരത്താണ് ഒരു കാറിൽ ഒരു 5-6 പേര് കാറിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ വന്ന് ഇവിടെ കയറി വെടിവെച്ചു. അപ്പോൾ അത് അന്തരീക്ഷം ഇതായപ്പോൾ പിടിച്ചു മാറ്റി അവരെ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് പിടിച്ചു മാറ്റി രഘു ഉണ്ടായിരുന്നു മാനേജർ. അങ്ങനെ പിടിവലിയായി. പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് ബാർ മാനേജർ രഘുനന്ദന് നേരെ ആക്രമണം ഉണ്ടായത്. വാരിയലിന് വെടിയേറ്റ രഘുനന്ദൻ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഞ്ചിക്കോട് സ്വദേശികളായ അരുൺ, മനു, മനോജ്, ഫ്രാൻസിസ്, തരൂർ സ്വദേശി അജിത് കുമാർ എന്നിവരെ ആലത്തൂർ പോലീസ് പിടികൂടി. തരൂർ സ്വദേശിയായ രാഹുലിനെ പിടികൂടാനായിട്ടില്ല. ന്യൂസ് 18 പാലക്കാട്.